ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടെസ്ല 2025-ൻ്റെ എക്സ്റ്റീരിയർ ലുക്ക്. ഫ്രണ്ടിൽ മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു LED സ്ട്രിപ്പാണ്. സൈബർ ട്രക്കിൻ്റെ പോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് ലൈനായിട്ടുള്ള ആ സ്ട്രിപ്പ്. പിന്നെ ഒരു ഹെഡ്ലൈറ്റ് ഇത്തിരി താഴോട്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ദെൻ ഇറ്റ് ലുക്സ് റിയലി നൈസ്. ഓൾസോ ദേ ടുക്ക് ഓഫ് ദ എംബ്ലം ഫ്രം ഹിയർ. അവർ ആ എംബ്ലം എടുത്ത് മാറ്റി, അതായത് നമ്മുടെ ടെസ്ലയുടെ ലോഗോ മാറ്റി. അതിൻ്റെ ആവശ്യമില്ലെന്നാണ് അവർക്ക് തോന്നുന്നത്. കാരണം ഇറ്റ്സ് മച്ച് ഐഡൻറ്റിറ്റി. പിന്നെ സൈഡിൽ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് സെയിം ആണ്, വലിയ വ്യത്യാസമില്ല. ആ ടൈസ് അതൊരു സ്പെഷ്യൽ അഡീഷൻ ഓപ്ഷനാണ്. നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം അത് വേണമെങ്കിൽ. പിന്നെ ഇതാണ് ബാക്കിൽ നിന്നുള്ള വ്യൂ നമുക്ക് ക്വൈറ്റ് ലോട്ട് ഓഫ് ഡിഫറൻസ്. അതിനകത്തും നമുക്ക് നോക്കുമ്പോൾ ടെസ്ല എന്നുള്ള ആ ഒരു എംബ്ലം എടുത്ത് മാറ്റിയിട്ട് ടെസ്ല റിട്ടൺ ഔട്ട് ചെയ്തേക്കുവാണ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഈ ഭാഗത്ത് കുറച്ച് ചേഞ്ചസ് ഉണ്ട്. ആദ്യത്തെ ടെസ്ലയിൽ അവിടെ ഒരു ലൈറ്റ് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു LED സ്ട്രിപ്പാണ്, റെഡ് LED സ്ട്രിപ്പ്. ഐ ഷോ യു ഇൻ ദ പിക്ചേഴ്സ് ലേറ്റർ. നൗ ഇറ്റ്സ് ഓഫ്. ആൻഡ് അഗൈൻ യു വിൽ സീ ദ റിഫ്ലക്ഷൻ. ദ ലൈറ്റ് ഈസ് ഓവർ ഹിയർ. ദ റെഡ് ലൈറ്റ് ഇവിടെയാണ്. അപ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ ഇവിടെ കാണും. നല്ല രസമാണ് അത് കാണാനായിട്ട്. ഇറ്റ് ലുക്സ് നൈസ്. ആൻഡ് ദ ബാഡ്ജിങ് ഡ്യുവൽ മോട്ടർ. ഇറ്റ്സ് എൻ ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം. ആൻഡ് ദിസ് ലുക്സ് റിയലി നൈസ്. പിന്നെ ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറയാനായിട്ട്, ഇത് 7 സീറ്റ് ഓപ്ഷനിൽ വരുന്നുണ്ട്. ഓഫ് കോഴ്സ് 7 സീറ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ അത് വളരെ കൺജസ്റ്റഡ് ആണ്, സ്മോളാണ്. കുട്ടികൾക്കോ കാർ സീറ്റോ ഒക്കെ വെക്കാം, അല്ലെങ്കിൽ കുറച്ച് ഗ്രോസറി വെക്കാം. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു യൂസർ ഫ്രണ്ട്ലി തേർഡ് റോ അല്ല. നമുക്കിനി അടുത്തായിട്ടൊന്ന് അകത്ത് കയറി നോക്കാം ഇൻറ്റീരിയർ എങ്ങനെയുണ്ടാവും. ഓക്കെ, യു ഗെറ്റ് ഇൻ ലൈക്ക് ദിസ്. നോർമൽ ടെസ്ലയുടെ അതേ ഒരു അലൈൻമെൻറ്റ്, ലേ ഔട്ട് ആൻഡ് എവറിത്തിങ്. ദ ബെസ്റ്റ് പാർട്ട് അബൌട്ട് ദിസ് ഇസ് നമുക്ക് ഇത്തവണ ഇൻഡിക്കേറ്റർ ഷിഫ്റ്റേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇൻഡിക്കേറ്റർ. ഇത് പ്രീവിയസ് ജനറേഷനിൽ ഉണ്ടായിരുന്നില്ല. 2024 ഉണ്ടായിരുന്നില്ല. 2025 അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മെയിൻ ഗുണം എന്താണെന്ന് വെച്ചാൽ സ്ക്രീനിൽ ടച്ച് ചെയ്യേണ്ട ഇൻഡിക്കേറ്റർ ഇടാനായിട്ട്. അതൊരു വളരെ കൺവീനിയൻറ്റ് ആൻഡ് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നമ്മൾ കീ ഇവിടെ വെക്കണം ആസ് യൂഷ്വൽ. അപ്പോൾ അത് ആക്റ്റീവ് ആവും. നമുക്ക് വേണമെങ്കിൽ ഡ്രൈവ് ചെയ്യാം. ഇപ്പോൾ വേണമെങ്കിൽ ഡ്രൈവ് ചെയ്യാനായിട്ട് ജസ്റ്റ് പെഡൽ അമർത്തുക, എന്നിട്ട് ഇത് മുകളിലോട്ടിടുക, എന്നിട്ട് പിന്നെ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി നേരെ പോവും. അതുപോലെ തന്നെ താഴോട്ടാക്കി കഴിഞ്ഞാൽ വണ്ടി റിവേഴ്സ് പോവും. ഇത് പാർക്ക് ഓപ്ഷൻ. പിന്നെ ക്ലൈമറ്റ് കൺട്രോൾ എടുക്കുന്നത് താഴെ നിന്ന് മുകളിലോട്ട്. ഇവിടെ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഓട്ടോ, ഫാൻ, സ്പീഡ് ഫാൻ, ഓസിലേഷൻ. ഇവിടെ ഓസിലേറ്റ് ചെയ്യാൻ പറ്റും. മീഡിയം, ഹൈ, everything you need from here, but entirely everything is on screen.